ഗുഡ് മോർണിംഗ്. സൺഡേ ടെക് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച അങ്ങനെ കാര്യമായിട്ടുള്ള ന്യൂസുകളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഒന്ന് രണ്ട് ഫോണുകൾ പുതിയത് വന്നിട്ടുണ്ട്, അതുകൂടാതെ കുറച്ച് ഫോണുകൾ വരുന്നുണ്ട് എന്നുള്ള വാർത്തകളല്ലാതെ കാര്യമായിട്ടുള്ള ന്യൂസുകളൊന്നും കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്നിരുന്നാലും ട്വിറ്ററും GSM Arena 91 അങ്ങനെ സകലമാന വെബ്സൈറ്റും കയറിയിട്ട് ഒരു 10-12 ന്യൂസ് ഞാൻ തപ്പിപ്പിടിച്ച് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എനിവേ അത് ഞാൻ പറയാം. അതിന് മുന്നായിട്ട് നമ്മളുടെ ചാനലിൽ ഗാലക്സി F15 എന്ന് പറയുന്ന ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള സാംസങ് ഫോണിൻ്റെ റിവ്യൂ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നത്തിങ് ഫോൺ 2A ഈ ഒരു ഫോണിൻ്റെ റിവ്യൂ വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. CMF ബഡ്സ്, CMF നെക്ക് ബാൻഡ്, അതുകൂടാതെ IQ Z9 ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അനവധി വീഡിയോകൾ ഇനിയും വരാനായിട്ടുണ്ട്. സോ പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ ഒരു റിക്വസ്റ്റ്. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ന്യൂസിലോട്ട് കിടക്കാം. അതിന് മുന്നേ ഞാൻ ആ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഫോൺ ആർക്കെങ്കിലും 19,999 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം അതൊരു സ്കാം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ HDFCയുടെ കാർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡൊക്കെ എൻ്റെ അക്കൗണ്ടിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു 23,999 ഒരു 2,000 രൂപയുടെ ഓഫ് വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ പിന്നെ അവരുടെ സൂപ്പർ കോയിൻ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്താലും അഡീഷണൽ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. സോ അതല്ലാതെ 19,999 രൂപയ്ക്ക് മേ ബി ചിലപ്പോൾ 1, 2, 3 യൂണിറ്റുകളായിരിക്കും അവർ വിറ്റിട്ടുണ്ടാവുക. എനിക്കറിയില്ല, കിട്ടിയവരുണ്ടെങ്കിൽ അവരുടെ ഭാഗ്യം, അത്ര മാത്രമേ പറയാനുള്ളൂ. പക്ഷെ അതൊരു നല്ല പറ്റിപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പലരും, ഞാനല്ല, എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും, കസിൻസ് എല്ലാവരും നല്ല രീതിക്ക് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. 11:50 മുതൽ അവരിങ്ങനെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ആർക്കും ഈ ഒരു 20,000 രൂപയ്ക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലോട്ട് കിടക്കാം. ആദ്യം ഈ ഒരു ഫോണിനെ കുറിച്ച് തന്നെ പറയാം. 1,00,000 യൂണിറ്റുകളാണ് ഒരൊറ്റ ദിവസം, അതായത് ഇതിൻ്റെ ലോഞ്ച് ഡേയിൽ ഈ ഒരു ഫോൺ വിറ്റുപോയത്. അതൊരു വലിയൊരു സംഭവമായിട്ട് തന്നെയാണ് കാൾപേ പറയുന്നത്. 1,00,000 യൂണിറ്റ് എന്ന് പറയുന്നത് നല്ല സംഭവം തന്നെയാണ്, പ്രത്യേകിച്ച് നത്തിങ് പോലെ ഒരു പുതിയ കമ്പനി. എന്തായാലും കൊള്ളാം, 1,00,000 യൂണിറ്റുകൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഈ ഒരു ഫോൺ വിറ്റഴിച്ചു. സാംസങ് ഗാലക്സി A55 ആൻഡ് A35 രണ്ട് ഫോണുകളും വന്നിട്ടുണ്ട്. അത്യാവശ്യം AI ഫീച്ചേഴ്സ് കാര്യങ്ങളല്ലാതെ ഉണ്ട്, നല്ല ക്യാമറ ഒക്കെ ആണെന്നാണ് മൊത്തത്തിലുള്ള റിവ്യൂ പറയുന്നത്. എനിവേ A55 വന്നിരിക്കുന്നത് എക്സിനോസിൻ്റെ 1480 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ്. 42,000 43,000 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോഞ്ച് ഓഫർ കാര്യങ്ങളല്ലാതും ഉണ്ട്. ഇനി A35ൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ എക്സിനോസ് 1380 പ്രോസസ്സറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 1,000 രൂപയാണ് ഈ പറയുന്ന സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അവിടെയും ഇൻട്രൊഡക്ടറി ഓഫർ കാര്യങ്ങളല്ലാതും ഉണ്ട്. OnePlusൻ്റെ നോഡ് CE4 എന്ന് പറയുന്ന ഫോൺ ഏപ്രിൽ 3 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. സോ അതും നല്ല ഫോൺ തന്നെ ആയിരിക്കണം, കാരണം സ്നാപ്ഡ്രാഗൺ 7 Gen 3യുടെ പ്രോസസ്സർ വെച്ചിട്ടാണ് വരുന്നത്. സോ കഴിഞ്ഞ നോഡ് CE3 അത്യാവശ്യം നല്ല ഫോണായിരുന്നു, ഇപ്പോഴും നിലവിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരു നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. എന്തായാലും അതിൻ്റെ ഒരു റിവ്യൂ ഈ ഒരു ചാനലിൽ എക്സ്പെക്റ്റ് ചെയ്യാം. റിയൽമി നാർസോ 70 Pro എന്ന് പറയുന്ന ഒരു ഫോൺ 19 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7S Gen 2ൻ്റെ പ്രോസസ്സർ വെച്ചിട്ടാണ് വരുന്നത്. 20,000 രൂപയ്ക്ക് താഴെയായിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. സോ റിയൽമിയുടെ നാർസോ സീരീസിൽ പുതിയൊരു ഫോൺ വരുന്നുണ്ട്. ഈ മാസം 21 വിവോ T3 എന്ന് പറയുന്ന ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു T3 എന്ന് പറയുന്നത് IQ Z9ൻ്റെ റീബ്രാൻഡഡ് അല്ലെങ്കിൽ ഒരു റീനെയിംഡ് വേർഷൻ ആയിരിക്കുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ അവരുടെ ടീസർ കണ്ടപ്പോൾ, ഈ T3യുടെ ടീസർ കണ്ടപ്പോൾ ഒരു റീഡിസൈനൊക്കെയാണ് കാണുന്നത്. ക്യാമറ മൊഡ്യൂളിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. അവിടെ Z9ൽ ഡുവൽ ക്യാമറ ആയിരുന്നു വന്നിരുന്നത്. എന്തായാലും ഒരു ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ഫോണായിരിക്കും വിവോയുടെ സൈഡിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ 21 ഇതിൻ്റെ ബാക്കി കാര്യങ്ങളല്ലാതും അറിയാം. എന്തായാലും പ്രൈസൊക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു സെയിം റേഞ്ചിൽ തന്നെ ആയിരിക്കും. 20,000 21,000 ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും മിക്കവാറും. കാത്തിരിക്കാം. 21 വിവോ T3 വരുന്നുണ്ട്. വിവോയുടെ സൈഡിൽ നിന്ന് തന്നെ അവരുടെ X സീരീസിലുള്ള 100ൻ്റെ മറ്റൊരു വേർഷൻ വരുന്നുണ്ട്. വിവോ X100S എന്നുള്ളൊരു പേരിലാണ് വരുന്നത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം വായിച്ച് നോക്കിയപ്പോൾ ആകെപ്പാടൊരു ചേഞ്ച് വരുന്നത് അതിൻ്റെ ഡിസ്പ്ലേയിലുള്ളതാണ്. ഇവിടെ കർവ് ഡിസ്പ്ലേ അല്ല, പകരം ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിരിക്കും. ബാക്കി ഇൻറ്റേർണൽസ് എല്ലാം സെയിം ആയിരിക്കും. അതായത് Dimensity 9300 പ്രോസസ്സർ ആയിരിക്കും. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സ്പെക്കും സെയിം ആയിരിക്കും. ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ഫോൺ തന്നെയായിരിക്കും.
ഇത് ഇന്ത്യയിലോട്ട് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലും തീരുമാനമായിട്ടില്ല. എന്തായാലും വിവോയുടെ സൈഡിൽ നിന്ന് X100S എന്ന് പറയുന്ന ഒരു മോഡൽ കൂടി അധികം വൈകാതെ വരുന്നുണ്ട്. iQZ9 കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ആമസോൺ വഴി നമുക്ക് ആ ഒരു ഫോൺ ഇപ്പോൾ വാങ്ങാനായിട്ട് സാധിക്കും. 19,999 രൂപയ്ക്കാണ് അതിൻ്റെ ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ലോഞ്ചിങ് ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് 2,000 രൂപയുടെ HDFC കാർഡിൽ അഡീഷണൽ ഡിസ്കൗണ്ടൊക്കെ വരുന്നുണ്ട്. സോ 17,999 ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. നോക്കാം, ആമസോൺ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് സാധിക്കും. സോ നല്ല ക്യാമറ പെർഫോമൻസ്, അത്യാവശ്യം ഗെയിമിങ്, ആ ഒരു എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഓൾറൗണ്ടർ ഫോണായിട്ടാണ് ഈ ഒരു ഫോണിനെ കണക്കാക്കുന്നത്. ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണ വിവോയുടെ അല്ലെങ്കിൽ ഐക്യൂൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലൊന്നും അവർ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുക്കാറില്ല. എന്തിന് അധികം പറയുന്നു, ഈ ഒരു V30 ഉണ്ടല്ലോ, V30 Pro, അതിൽ വരെ അവർ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു 20,000 രൂപയുടെ iQZ9 സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ്, അത്യാവശ്യം നല്ല ക്യാമറയാണ്. സോ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാം കേട്ടോ. 20,000 രൂപ ഒരു റേഞ്ചിൽ നല്ലൊരു ഓൾറൗണ്ടർ ഫോണായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ്. കുറച്ച് കാലത്തേക്ക് ആ 20,000 രൂപയ്ക്ക് ഏതാ നല്ല ഫോണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു iQZ9 തന്നെയായിരിക്കും. ലെനോവോ ലീജിയൻ Y700 എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയിൽ അത് അവൈലബിൾ അല്ല. അതിൻ്റെ അവൈലബിലിറ്റി ഇന്ത്യയിലോട്ട് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെ എനിക്ക് അറിവായിട്ടില്ല. സോ വരുമായിരിക്കും. എന്തായാലും നല്ലൊരു ഗെയിമിംഗ് ടാബ്ലറ്റ് ആയിട്ടാണ് അവർ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Gen 1 പ്രോസറാണ് കൊടുത്തിരിക്കുന്നത്. 6440 mAh ബാറ്ററി വരുന്നുണ്ട്. 8.8 ഇഞ്ച് വരുന്ന LCD ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ LED ഡിസ്പ്ലേ കൊടുക്കായിരുന്നു 8.8 ആയ സ്ഥിതിക്ക്. സ്പോട്ടിഫൈയിൽ പ്രീമിയം മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകൾക്ക് ഇനി ഓഡിയോയുടെ കൂടെ അതിൻ്റെ വിഷ്വലൈസേഷനും കൂടി, അതായത് വീഡിയോ കൂടി കാണാനായിട്ട് സാധിക്കും. അതിനുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബീറ്റ വർക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല കൺട്രീസിലും അതിൻ്റെ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അധികം വൈകാതെ ഇന്ത്യയിലോട്ടും വരും. സോ നിങ്ങൾ സ്പോട്ടിഫൈയുടെ പ്രീമിയം സബ്സ്ക്രൈബർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു അപ്ഡേഷൻ അധികം വൈകാതെ കിട്ടും. മോട്ടറോള വീണ്ടും പ്രീമിയം ഫോണുകളായിട്ട് മാർക്കറ്റിലോട്ട് വരികയാണ്. മോട്ടറോള എഡ്ജ് 50 Pro എന്ന് പറയുന്ന ഒരു ഫോൺ ഏപ്രിൽ 3 ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലും ഗ്ലോബലി അത് ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ മോട്ടറോളയുടെ ഫോണാണ്. അങ്ങനെ കാര്യമായിട്ട് ആരും കാത്തിരിക്കുന്നുണ്ടാവുമെന്നൊന്നും തോന്നുന്നില്ല. പക്ഷെ അവർ ആ ഒരു പ്രീമിയം കാറ്റഗറിയിലോട്ട് വീണ്ടും വരികയാണ്. എഡ്ജ് സീരീസൊക്കെ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു ഫോണുകളാണ്. പക്ഷെ അവരൊരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് ഇപ്പോഴും അവരുടെ ക്യാമറ ആ ഒരു സെറ്റപ്പാണ്. അതുകൊണ്ട് ഒരു മെന വരുന്നില്ല സജി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് മോട്ടറോളയുടെ ക്യാമറ നിൽക്കുന്നത്. പക്ഷേ ഫോണുകളൊക്കെ ഉണ്ടല്ലോ, നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫോണുകളാണ് മോട്ടറോ ഫോണുകൾ. അത് ബഡ്ജറ്റ് റേഞ്ച് ആണെന്നുണ്ടെങ്കിലും ഇച്ചിരി പ്രീമിയം റേഞ്ച് ആണെന്നുണ്ടെങ്കിലും കുറേ കാലം നീണ്ടു നിൽക്കും. അതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, എന്തായാലും മോട്ടറോളയുടെ സൈഡിൽ നിന്ന് മോട്ടോ എഡ്ജ് 50 Pro എന്ന് പറയുന്ന ഒരു ഫോൺ ഏപ്രിൽ 3 വരുന്നുണ്ട്. ആസ് യൂസ് Zenfone 11 Ultra എന്ന് പറയുന്ന ഒരു ഫോൺ ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടില്ല. വരുമോ ഇല്ല എന്നുള്ള കാര്യത്തിന് ഇതുവരെ തീരുമാനമായിട്ടില്ല. ഒരു പ്രീമിയം കാറ്റഗറിയിലാണ് ആ ഒരു ഫോണും വന്നിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രോസറാണ് വന്നിരിക്കുന്നത്. 6.7 ഇഞ്ച് വരുന്ന ഫുൾ HD+ AMOLED LED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. Wi-Fi 7, ബ്ലൂടൂത്ത് വെർഷൻ 5.4, അങ്ങനെ എല്ലാതും ടോപ്പ് ലെവലിലാണ് നിൽക്കുന്നത്. സോ ഇന്ത്യയിലോട്ട് വരുമോ ഇല്ല എന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല. വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ 1,00,000 രൂപയ്ക്ക് മുകളിലായിരിക്കും പ്രൈസ് വരുന്നത്. സോ അങ്ങനെ ഒരു ഫോൺ അസ്യൂസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. പോക്കോ X6 Neo എന്ന് പറയുന്ന ഒരു ഫോൺ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്ലിപ്കാർട്ട് വഴി 15,999 രൂപയ്ക്ക് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് സാധിക്കും. സോ 108 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, ഡിമെൻസിറ്റി 6080 പ്രോസസ്സർ, 5000 mAh ബാറ്ററി, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. സോ 16,000 രൂപയ്ക്ക് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള നല്ല ഫോണുകൾ ഉണ്ട്. എന്നാലും പോക്കോ ഫോണുകൾ എന്ന് പറഞ്ഞാൽ പെർഫോമൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. സോ പോക്കോ ഫോണുകൾ നിങ്ങളുടെ ഫേവറേറ്റ് ആണെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാം, അത്രമാത്രം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും ന്യൂസുകളാണ് തപ്പിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, കാര്യമായിട്ടുള്ള വാർത്തകളൊന്നും കഴിഞ്ഞ ആഴ്ച വന്നിട്ടില്ല. പിന്നെ കുറേ ഉണ്ടത്രേ കാര്യങ്ങളാണ്. നമുക്ക് ഉണ്ടാവുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഗുഡ് ബൈ.